Hello friends, welcome to my YouTube channel MRP Technicals. Friends, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നോക്കാനിരിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയതായ ആംപ്ലിഫയർ എങ്ങനെ തയ്യാറാക്കുന്നത്. പിന്നെ എന്താണ് ഫ്രണ്ട്സ് വെയിറ്റ് ആക്കുന്നത്, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, ഒരു ഹോം മെയ്ഡ് ആംപ്ലിഫയർ ആക്കാൻ ഈ ഡയഗ്രാമാണ്. ഇത് ഐ സി എന്ന് പറയുന്നത് CTC 810 പറയുന്ന ഐ സി ആണ്. ഇത് നിങ്ങൾക്ക് ഓൾഡ് FM റേഡിയോത്തിലും കിട്ടും. അതിനാൽ ഇതൊരു FM റേഡിയോൻ്റെ ബോർഡായെങ്കിൽ ഇത് ഇവിടെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇതിങ്ങനെ ഇത് നിങ്ങൾക്ക് നമ്പർ എങ്ങനെ അറിയുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് ചെറിയത്, അത് ഈ ഐസിലും ഉണ്ടാവും. ഇതുണ്ട്, ഇതാണ് 1ാം നമ്പർ. പിന്നെ ഈ ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് MRP ടെക്നിക്കൽസ് ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഫ്രണ്ട്സ്. ഇതിന് വേണ്ടിയത് ഒരു IC CTC 810 എന്ന് പറയുന്ന IC, പിന്നെ ഒരു 16 വോൾട്ട് 100 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ, ഇതുപോലത്തെ 4 വേണം. പിന്നെ ഒരു 22 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ, പിന്നെ ഒരു ഓമിൻ്റെ റെസിസ്റ്റർ. ഇപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഈ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാം. ട്വൻറ്റി 2 ഓമിൻ്റെ റെസിസ്റ്ററാണ്. ഇപ്പോൾ ഈ കപ്പാസിറ്ററിന് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടായി. അതുപോലെ ഈ IC കണക്ട് ചെയ്യപ്പോൾ ഈ ICയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഫസ്റ്റ് പിന്നാണ് 2, 3, ഇത് 4, ഇത് 5, ഇത് 6, 7, 8, 9, 10. ഇത് 10 ആണ്. ഇത് 10. ഈ പിന്നെ ഇത് ആവശ്യകതയില്ല, ഇത് 2. അപ്പോൾ ഇത് 10, 9 ആണ്. അപ്പോൾ 10, 9 ഗ്രൗണ്ട് ആണ്, അത് 2 കണക്ട് ചെയ്യുക. ഇത് ഔട്ട്പുട്ട് സ്പീക്കർക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിന് 100 UF മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് അതിന് സ്പീക്കർക്ക് കൊടുക്കുക. ഇത് ഇൻപുട്ടാണ്, ഈ പിന്നെ ഇൻപുട്ടാണ്. അപ്പോൾ ഇതിന് ഇൻപുട്ട് ഓഡിയോ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഗ്രൗണ്ട് 2 കണക്ട് ചെയ്യുക. പിന്നെ ഇതിന് 100 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടായി. 9 പിന്നെ 10 പിന്നെ കണക്ട് ചെയ്യാൻ അത് കണക്ട് ചെയ്തിട്ടായി. ഇനി ലാസ്റ്റ് 12 പിന്നെ ഇതുപോലെ കണക്ട് ചെയ്യുക. 16 വോൾട്ട് 220 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ, 1 ഓം റെസിസ്റ്റർ, 100 PF കപ്പാസിറ്ററാണ്. അത് ഈ കപ്പാസിറ്ററാണ്. ഇത് ഓൾറെഡി ജോഡിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പാർട്ടിക്ക് 1 ഓം റെസിസ്റ്റർ, പിന്നെ 100 PFൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഈ ICയുടെ 12th പിന്നിന് കണക്ട് ചെയ്യുക. സോ ഇവിടെ പറഞ്ഞ പോലെ 12ാമത്തെ പിന്നെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടായി, റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടായി, ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടായി. ഇപ്പോൾ അതിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ 1 പാർട്ടിന്. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ടാണ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഇവിടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 പിൻ ഗ്രൗണ്ടാണ്. അപ്പോൾ അതിന് കണക്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യുക.
ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടായി. ഇനി ആഡിയോ ഇൻപുട്ടാണ്. ആഡിയോ ഇൻപുട്ടിലേക്ക് ഇപ്പോൾ ഈ പിന്ന് യൂസ് ആക്കുക. ഇത് ഇയർഫോൺ ഉണ്ടേതാണ്. ഇതിൽ ഗ്രീൻ വയർ പോസിറ്റീവാണ്, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവിന് ഈ ICയുടെ 9ാമത്തെ പിന്നിക്ക് കണക്ട് ചെയ്യാം. ഇവിടെയാണ് 9ാമത്തെ പിന്ന്, 9th പിന്നാണ് ഇത്. ഈ നോക്കുമ്പോൾ 2ാമത്തെ പിന്ന്. ഇപ്പോൾ ഈ പിന്നൊക്കെ ഇതിൻ്റെ ഗ്രീൻ വയർ കൊടുത്തിട്ടായി. 8ാമത്തെ പിന്നിക്ക് ബാക്കി ഇതിൽ നെഗറ്റീവ് ആണ്. ഇതിനെല്ലാം ഇതിൻ്റെ ഗ്രൗണ്ടിന് കൊടുക്കുക, കണക്ട് ചെയ്യുക. ഈ രീതി പിന്നെ പോസിറ്റീവാണ്, പിന്നെ ഇതെല്ലാം നെഗറ്റീവാണ്. ഇപ്പോൾ അത് കണക്ട് ചെയ്തിട്ടായി. ഇനി 9ാമത്തെ പിന്നിക്ക് 16 വോൾട്ട് 100 മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററിനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇനി വരുന്ന ഈ പോയിന്റിന് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൻ്റേതാണ്. റൈറ്റ് സൈഡിൽ 6th പിന്നിന് 100 മൈക്രോ ഫാരഡ് 16 വോൾട്ട് കപ്പാസിറ്ററിനെ 22 ohm റെസിസ്റ്റർ കൊണ്ട് ഗ്രൗണ്ടിന് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്യുക. പോസിറ്റീവ് സൈഡിൽ നിന്ന് 6th പിന്നിക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ 4th പിന്നും 1st പിന്നും ഒരു 100 UF മൈക്രോ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ കൊണ്ട് കണക്ട് ചെയ്യുക. പിന്നെ ഒരു 1st പിന്നിൻ്റെ ഡയറക്റ്റ് 5 വോൾട്ട് സപ്ലൈക്കാണ്. അതത്ര കണക്ട് ചെയ്തെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ പറഞ്ഞ പോലെ ഫുള്ള് കണക്ട് ചെയ്തിട്ടായി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇനി 5 വോൾട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഞാൻ ഈ USB കേബിളാണ് യൂസ് ആക്കുന്നുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് നെഗറ്റീവ് കൊടുക്കുക. പോസിറ്റീവ്, ഗ്രൗണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് MRP ടെക്നിക്കൽസ് ഫേസ്ബുക്ക് ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കാം. സിമ്പിളാണ്. ഇപ്പോൾ ഇതിന് 5 വോൾട്ട് കണക്ട് ചെയ്യാം. ഇത് സ്പീക്കറിനുള്ള വയറാണ്. ഇതിപ്പോൾ 5 വോൾട്ട് കണക്ട് ചെയ്തിട്ടായി ഫ്രണ്ട്സ്. ഇനി ഇത് ഇവിടെ കാണുന്ന പോലെ 12ാമത്തെ പിന്നിന് 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ കൊണ്ട് ഒരു സ്പീക്കറിന് കണക്ട് ചെയ്യുക. അത് പോസിറ്റീവാണ്. പിന്നെ ഈ സ്പീക്കറുടെ പിന്നൊന്ന് ഗ്രൗണ്ടിന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീക്കർ ഉണ്ടെങ്കിൽ ഇത് ഒരു പോസിറ്റീവാണ്, ഒരു നെഗറ്റീവാണ്. ഒന്നിനെ ഇനി കണക്ട് ചെയ്യുക, പിന്നെ ഒരു ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ടായി. ഇതിനെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങളുടെ ആംപ്ലിഫയർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇതിന് 5 വോൾട്ട് കൊടുക്കുക, പിന്നെ ഇനി ആഡിയോ ഇൻപുട്ട് കൊടുക്കുക. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങളുടെ ആംപ്ലിഫയർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാം. നോക്കൂ ഫ്രണ്ട്സ്, എങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, സൂപ്പറായ സൗണ്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇതിന് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം ഇവിടെ ഫിറ്റ് ചെയ്തിന്. നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ആക്കാൻ മാത്രം മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യമൂല്യമാണതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കൂ. അതുവരെ ഗുഡ്.